വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് ഒന്ന് ബോറടിച്ച സമയത്തായിരുന്നു ഞാൻ വിചാരിച്ചത് നേരെ പോയി ഒന്ന് ടി വി കാണാമെന്ന്. ഒരു റിഫ്രഷ്മെൻ്റ് ഒക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ സോഫയിലേക്ക് പോയി കഴിഞ്ഞിട്ട് ടി വി വെച്ച സമയത്ത് തന്നെ നല്ലൊരു ഇംഗ്ലീഷ് സിനിമ അതിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് കറണ്ട് പോയത്. ആർക്കാണെങ്കിലും ദേഷ്യം വരുമല്ലോ, അതാണല്ലോ ശീലം. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം വരുമല്ലോ. അതേപോലെ എനിക്ക് നല്ല ദേഷ്യം തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ചങ്ങ് ശപിച്ചു. കാരണം അവരാണല്ലോ ഇമാതിരി പരിപാടി കാണിക്കുന്നത്. അങ്ങനെ നല്ല ദേഷ്യം തോന്നി ഞാൻ വീണ്ടും ടി വിയുടെ റിമോട്ട് അവിടെ വെച്ചിട്ട് അടുക്കളയിലേക്ക് പോയി. പെട്ടെന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്തു. സിനിമ തീർന്നു കഴിഞ്ഞാൽ ആ ഒരു ചാൻസ് പോകുമല്ലോ, അതുകൊണ്ട് വിചാരിച്ചു തന്നെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും വന്ന് നോക്കി. എന്നിട്ടും കറണ്ട് വന്നില്ല. അങ്ങനെയായപ്പോൾ എനിക്ക് നല്ല ദേഷ്യം തോന്നി. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ ഞാൻ പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിലെ സുമതില ചേച്ചി അടുത്ത് ചോദിച്ചു, ചേച്ചി അവിടെ കരണ്ടുണ്ടോ ചേച്ചി? ഇവിടെ കരണ്ടൊന്നുമില്ല ചേച്ചി എന്ന് പറയുമ്പോഴാണ് ചേച്ചി പറയുന്നത്, മോളെ ഇവിടെ കരണ്ടുണ്ട്, അവിടെ എന്തോ പ്രശ്നമാണ്, അതുകൊണ്ടാണ് കരണ്ട് ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ സങ്കടം തോന്നി. ഞാനാണെങ്കിൽ നല്ലൊരു സിനിമ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം തന്നെ നല്ല ഒരു ഫീലൊക്കെ വന്ന സമയത്ത് തന്നെ ഇങ്ങനെ പോയപ്പോൾ എനിക്ക് നല്ല ദേഷ്യം തോന്നി കേട്ടോ. എനിക്ക് സിനിമ കാണാനുള്ള ആ ഒരു കൊതി കൊണ്ടും ആ ഒരു ആകാംക്ഷ കൊണ്ടും ഞാൻ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചു. ഇലക്ട്രീഷ്യൻ നമ്പർ തന്നത് സുമലതല ചേച്ചിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് വിളിച്ചു. ആ സമയത്ത് ചേച്ചീൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു, ഇടി മോളെ ആളെ ചിരിപ്പിച്ചേക്കണം, ഒന്ന് നോക്കിയേക്കണേ എന്ന് പറയുമ്പോൾ ഞാനത് ശ്രദ്ധിച്ച് കേട്ടു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴാണ് ഇലക്ട്രീഷ്യൻ വീട്ടിലേക്ക് വന്നത്. അപ്പം തന്നെ ആള് ഒരു കൈലി എടുത്തിട്ടാണ് വന്നത്. ചെറിയ ലുങ്കി കേരള, അതുപോലെ തന്നെ ചെറിയൊരു ഷർട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ അപ്പാടെ പൊടിയും കറയൊക്കെ പറ്റിയിരിക്കുന്നു. അപ്പം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആൾ നന്നായിട്ട് പണിയെടുക്കുന്ന ആളാണ്. അങ്ങനെ വീട്ടിലോട്ട് വന്ന സമയത്ത് തന്നെ ഞാനൊരു പുഞ്ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ചേട്ടൻ കൊണ്ടുവന്ന ആ ഒരു പെർഫ്യൂമൊക്കെ അടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ തന്നെ ഞാൻ ആളുടെ ചോദിച്ചു, ഇലക്ട്രീഷ്യനല്ലേ, ഇവിടെ ആണെങ്കിൽ കറണ്ട് കാര്യങ്ങളൊന്നുമില്ല, അതാണ് ഞാൻ വിളിച്ചത്, ഒന്ന് വരാമോ, ഒന്ന് നോക്കുമോ എന്ന് ചോദിച്ച് ആളുടെ പറഞ്ഞു. അപ്പം തന്നെ ആള് അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കയറി അകത്ത് നോക്കിയ സമയത്ത് പറഞ്ഞു, ഇത് എന്തോ ഒരു സർക്യൂട്ട് പോയതാണോ മറ്റോ. അത് കേട്ട സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനൊരു സിനിമ കണ്ടോണ്ടിരുന്നു ചേട്ടാ, ഇതൊന്ന് പെട്ടെന്ന് റെഡിയാക്കി തന്നാൽ അതിൻ്റെ ബാക്കി എനിക്ക് കാണാമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ അടുത്ത് മുഖത്തടിച്ച പോലെ പറഞ്ഞു, കൊച്ചേ എനിക്ക് പോയിട്ടൊരുപാട് പണിയുണ്ട്, ഇങ്ങനെ എന്താ കിന്നാരം കേട്ടോണ്ടിരിക്കാൻ എനിക്ക് സമയമൊന്നുമില്ല എന്നുള്ള രീതി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, കിന്നാരം കേൾക്കാനോ അങ്ങനെ പറയാനൊന്നുമല്ല, ഇതൊന്ന് എനിക്ക് ഇപ്പം കറണ്ട് അത്യാവശ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് ഞാൻ പറയുമ്പോൾ ആളെനിക്ക് ശരിയാക്കി തരാം കൊച്ചേ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്ന സമയത്ത് എന്നെ സഹായത്തിന് വിളിച്ചു. അങ്ങനെ അയാൾ ഓരോ വയറും കാര്യങ്ങളൊക്കെ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തന്നു. ഇതൊക്കെ പിടിക്കുക, എന്നെങ്കിൽ തന്നെ ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞ് എനിക്ക് ശരിയാക്കി തന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് കറണ്ട് വന്നു. അപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷമായി, കറണ്ട് വന്നല്ലോ എന്നുള്ളത്. പെട്ടെന്ന് അവിടെ ടി വി ഓൺ ചെയ്തു. പെട്ടെന്ന് ഓണായി വന്നത് ആ ഒരു ഇംഗ്ലീഷ് സിനിമയായിരുന്നു. ആ കൊള്ളല്ലോ, സിനിമയൊക്കെ കണ്ടു കാണാം. അങ്ങനെ അതിലെ രണ്ട് ക്യാരക്ടേഴ്സും കാമുകന്മാർ രണ്ടുപേരും അങ്ങനെ പ്രണയസല്ലാപത്തിലേക്ക് മുഴുകി വരുന്നൊരു അത് കണ്ട സമയത്ത് തന്നെ ഞാൻ അയാളെ നോക്കി ഒരു ചമ്മലോടെ. പെട്ടെന്ന് അയാൾ ചോദിച്ചു, നല്ല പ്രണയസല്ലാപങ്ങളൊക്കെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ടൈം പോണ്ട ചേട്ടാ, എന്നെ പോലെ വീട്ടിലാണെങ്കിൽ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കുറേ സമയമുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ആൾ പറഞ്ഞു, നടക്കട്ടെ, ഞങ്ങളുടെ വീട്ടിലും ഒരാളുണ്ട്, ഇത് കണക്കൊക്കെ തന്നെയാണ്, പക്ഷേ ആൾ സീരിയലിൻ്റെ ആളാണ്
എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, സീരിയലൊന്നും എനിക്കത്ര ഇഷ്ടമല്ല, പക്ഷേ ഇന്നപോലെ സിനിമയും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കാണാറുണ്ട്. കൂടുതലും ഈ കൊറിയൻ സീരീസ് ഇല്ലേ ചേട്ടാ, അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കണ്ടിരിക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. എനിക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല, ഏതായാലും ഇന്ന് കണ്ടോ എന്ന് പറഞ്ഞിട്ട് ആൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടന് കാപ്പി എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോകുമ്പം പുള്ളി സോഫയിലിരുന്ന് സിനിമയിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആൾക്ക് ഒരു കാപ്പി കൊണ്ടുവന്ന് കൊടുത്തു. ശേഷം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് സിനിമ കാണാൻ തുടങ്ങി. പെട്ടെന്ന് ആൾ പറഞ്ഞു, ഇത് കൊള്ളാലോ, ഇത് നല്ല സിനിമയാണല്ലോ, ഇത് കണ്ടിരുന്നാൽ നമുക്ക് അവസാനം വരെ കാണാൻ തോന്നും എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് ചേട്ടാ, കറണ്ട് പോയി കഴിയുമ്പം എനിക്ക് നല്ല ദേഷ്യം തോന്നി, അതുകൊണ്ടാ ചേട്ടനെ പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചത്. പിന്നെ ചേട്ടൻ്റെ ഫീസ് പറഞ്ഞാൽ മതി, ഞാനത് ജിപേ ചെയ്ത് തരുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു തരാം, എൻ്റെ കയ്യിൽ ലിക്വിഡായിട്ടുള്ള മണിയില്ല എന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് അയാൾ പറഞ്ഞു, അയ്യോ എനിക്ക് ക്യാഷായിട്ട് തന്നെ വേണമായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ജിപേ ആയിട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ ആൾ പറഞ്ഞു, എന്നാൽ ഓക്കെ ചെയ്യേ, ഞാനൊന്ന് ഇറങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് നേരം കൂടി ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കേ, പിന്നെ എനിക്കൊരു കമ്പനി ആവുമല്ലോ, ഏകദേശം ഒരു 3 മണി വരെ ഞാൻ ഫ്രീ ആയിരിക്കും, പിന്നെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കും എന്ന് മാത്രം ഞാൻ പറഞ്ഞു. അത് കേട്ട സമയത്ത് ഒരു പുഞ്ചിരിയോടെ ആളവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ ഒരു സിനിമ ഇരുന്ന് കാണുന്നു. ആ ഒരു സിനിമയുടെ കഥയിൽ ഓരോ നായകനും നായികയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവരുടെ കോളേജ് ലൈഫ്, പിന്നെ അവരുടെ പ്രണയം, അതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലൊരു ഡ്രാമ സ്റ്റോറിയായിരുന്നു ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ. ആളത് വളരെ ഇഷ്ടപ്പെട്ടിരുന്ന് കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നി. കാരണം ആൾക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനായിട്ടത് കാണിച്ചു കൊടുക്കുമ്പോൾ അപ്പോൾ ഉണ്ടാകുന്നൊരു ഫീലും കാര്യങ്ങളും എല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ആ ഒരു സിനിമയും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതൊക്കെ ഇഷ്ടപ്പെടാൻ എങ്ങനെയാണ്, നല്ല പ്രണയത്തിൻ്റെ ആളാണെന്ന് തോന്നുന്നല്ലോ, ഇത് പ്രണയിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്, അങ്ങനെ ഇപ്പോഴത്തെ കാലമല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ എന്നാൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ചേട്ടാ, ഇങ്ങനെ ഇടയ്ക്ക് സമയം പോക്കിന് വേണ്ടിയിട്ടിരുന്ന് കാണും. അപ്പോൾ പെട്ടെന്ന് അയാൾ പറഞ്ഞു, സമയം പോകാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും സിനിമകളും ബുക്കുകളും ഒക്കെ വായിക്കുന്നത് നല്ലത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ആൾ പറഞ്ഞു, ഞാനും ഇങ്ങനെ ഇടയ്ക്കൊക്കെ വായിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ സിനിമകളും കാര്യങ്ങളൊക്കെ, പിന്നെ ന്യൂസാണ് കൂടുതൽ ഇഷ്ടം, പിന്നെ ഇത് താനുമായിട്ടിരുന്നുകൊണ്ട് ഞാനിങ്ങനെ കണ്ടെന്നേ ഉള്ളൂ, പിന്നെന്താ ഇന്നത്തെ പരിപാടീസൊക്കെ എന്താ എന്ന് അയാൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഒരു പരിപാടിയില്ല, ഞാനിങ്ങനെ ഇവിടെ ഇരിക്കത്തിൽ മാത്രമേ ഉള്ളൂ, ഓരോ ദിവസം ഇങ്ങനെ നടന്നു പോകുന്നു, അല്ലാതൊന്നുമില്ല. അങ്ങനെ ചോദിക്കുമ്പോൾ ആൾ പറഞ്ഞു, അതൊരു രസമാണല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ അയാളോട് ഓപ്പണായിട്ടെല്ലാം സംസാരിച്ചു. ഇടയ്ക്ക് ചേട്ടനെ പോലെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പിന്നെ നിങ്ങളങ്ങ് പോകുമ്പോൾ അതങ്ങ് പോകും എന്ന് പറഞ്ഞു. അപ്പം ആൾക്ക് അതൊരു ദേഷ്യമോ വിഷമോ ഒന്നും അല്ലാതെ നല്ല ഹാപ്പിയായിട്ട് പെരുമാറി എൻ്റെ അടുത്ത്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു സമാധാനം ഉണ്ടായിരുന്നു, ഞാൻ ആരെയും ഹേർട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ നീ നല്ല വിഷമം തോന്നി. അപ്പോൾ പെട്ടെന്ന് മഴയും കാറ്റും ഒക്കെ വീശാൻ തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് അതിങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ കുട വേണോ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, അയ്യോ വേണ്ട, എനിക്ക് തോർന്നിട്ട് പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു മഴയത്ത് ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കുകയായിരുന്നു, അതും പൂമുഖത്തെണ്ണയിൽ. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു എനർജിയും പോസിറ്റീവും ഒക്കെ വേണം, നമുക്കത് നല്ലതല്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ അത് നല്ലതൊക്കെയാണ്, എന്താ ചേട്ടൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ. പെട്ടെന്ന് അയാൾ പറഞ്ഞു, ഒന്നുമില്ല, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചാണ്, ഞാൻ ഇന്നിനി വീട്ടിൽ ചെന്നിട്ട് വരെ പരിപാടിയൊന്നുമില്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ നോക്കണം എന്നൊക്കെയുണ്ട് എന്ന് മാത്രമേ അയാൾ പറഞ്ഞോളൂ. അയാൾ എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് പറഞ്ഞത് എന്നെനിക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ഞാനും ആളും കൂടെ മഴ ഇങ്ങനെ ആസ്വദിച്ച് അതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ആൾ ആ മഴ തോർന്ന്
നേരെ വീട്ടിൽ നിന്ന് തിരിച്ചു. അപ്പോൾ എനിക്ക് വിഷമം ഒരുപാട് തോന്നിട്ടോ. അത്രയും നേരം ഉണ്ടായിരുന്ന ഒരാൾ നമ്മുടെ അടുത്ത് നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമവും കാര്യങ്ങളൊക്കെ. അപ്പം ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥയുടെ അടുത്ത ഭാഗം ഉണ്ടാവില്ല. അതിന് പകരമായിട്ട് വേറൊരു സൂപ്പർ കഥ കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഞാനിത് കട്ട് ചെയ്യണം.